ഹായ് ഓൾ, എല്ലാവർക്കും കാൻഡല സ്റ്റഡി സർക്കിളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ആർമി ജനറൽ ഡ്യൂട്ടിയുടെയും സോൾജിയർ ട്രേഡ്സ്മാൻ 10ാം ക്ലാസ് 8ാം ക്ലാസ് എന്നിവർക്കുള്ള റിട്ടൺ എക്സാമിൻ്റെ സിലബസിനെ കുറിച്ചാണ്. അപ്പോൾ നോക്കാം ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന്. ആകെ 50 ക്വസ്റ്റ്യനാണ് ഉണ്ടാകുന്നത്. അതിൽ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 100-ലാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഫിസിക്കൽ ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും പാസ്സായതിനു ശേഷമാണ് റിട്ടൺ എക്സാം ഉണ്ടാകുന്നത്. പക്ഷേ NCC C സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഫിസിക്കൽ ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും പാസ്സായിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇവർ റിക്രൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ NCC C സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്കാണ് എക്സാം അപ്ലിക്കബിൾ ആവുന്നത്. അപ്പം നോക്കാം. ജനറൽ നോളേജിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ഓരോന്നിന് 2 മാർക്ക് വീതമാണ്. അങ്ങനെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 30-ആണ്. പിന്നെ ജനറൽ സയൻസിൽ നിന്നും വരുന്നത് 15 ചോദ്യങ്ങളാണ്. 15 ചോദ്യങ്ങളിൽ നിന്നും ഉള്ള മാർക്ക് 30-ആണ്. പിന്നെ മാത്സിൽ നിന്ന് വരുന്നതും 15 ക്വസ്റ്റ്യൻസ്, അതിനുള്ള മാർക്ക് 30-ആണ്. പിന്നെ ലോജിക്കൽ റീസണിങ്ങിൽ നിന്ന് വരുന്നത് 5 ചോദ്യങ്ങളുള്ളൂ, അവയ്ക്കുള്ള മാർക്ക് 10-ആണ്. അങ്ങനെ ടോട്ടൽ 100 മാർക്കിലാണ് ചോദ്യങ്ങൾ വരിക. അതിൻ്റെ പാസ് മാർക്ക് 35-ആണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും പാസ് മാർക്ക് 35 കിട്ടിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ സേഫാണെന്ന് വിചാരിക്കരുത്. നമ്മൾ മെറിറ്റ് ലിസ്റ്റിൽ എപ്പോഴും മുന്നോട്ട് കയറണമെങ്കിൽ നമുക്ക് മാക്സിമം സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ലിസ്റ്റിൽ മുന്നിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്തത് സോൾജിയർ ട്രേഡ്സ്മാൻ 10ാം ക്ലാസ്സാണ്. അപ്പോൾ മുകളിൽ പറഞ്ഞ അതേ സിലബസും അതേ മാർക്കും തന്നെയാണ് ആർക്കും വരുന്നത്. സോൾജിയർ ട്രേഡ്സ്മാൻ 10ാം ക്ലാസ്സിനും 8ാം ക്ലാസ്സിനും വരുന്നത്. ടോട്ടൽ മാർക്ക് 100-ലാണ്. പക്ഷേ ഇവർക്കുള്ള പാസ് മാർക്കിൽ ചെറിയ വ്യത്യാസമുണ്ട്. സോൾജിയർ ട്രേഡ്സ്മാൻ 10ാം ക്ലാസ്സിനും 8ാം ക്ലാസ്സിനും പാസ് മാർക്ക് 32-ആണ്. അപ്പോൾ ഇവർക്കും NCC C സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് റിക്രൂട്ട് ഓൾറെഡി ആയവരാണ് ഉണ്ടാവുക. എക്സാം അപ്ലിക്കബിൾ ആവുന്നത് NCC C സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്കാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് 32 മാർക്ക് നേടിയിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും സേഫ് ആവില്ല. കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിട്ട് മെറിറ്റ് ലിസ്റ്റിൽ നമ്മൾ മുന്നോട്ട് എത്താൻ ശ്രമിക്കണം. മുന്നോട്ട് എത്താൻ ശ്രമിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിലേ നമ്മൾ മുന്നിലോട്ട് എത്തുകയുള്ളൂ. ഇനി സിലബസ് എന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചത്, ജനറൽ നോളേജിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചത്, ജനറൽ സയൻസിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചത്, മാത്സിൽ എന്തൊക്കെയാണുള്ളത്, ലോജിക്കൽ റീസണിങ്ങിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ജനറൽ നോളേജിൽ വരുന്ന ഭാഗങ്ങൾ. The test will include questions relating to India and its neighboring countries, especially pertaining to history. ഇവിടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യ രാജ്യവുമായിട്ട് ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങളായിട്ട് വരുന്നത്. പിന്നെ കൾച്ചറിൽ വരുന്നത് ഓരോ സംസ്ഥാനത്തിലുള്ളവരുടെ വേഷവിധാനങ്ങളും ആ സംസ്ഥാനത്തിലുള്ള കലാരൂപങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇവിടെ വരിക, കൾച്ചറിൽ വരിക. അടുത്തത് ജോഗ്രഫിയിൽ വരുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും പിന്നെ വേൾഡ് ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് എക്സ്പാൻഷനാണ്, അഥവാ ചുരുക്കെഴുത്തുകൾ എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. നമുക്ക് എക്സാമ്പിളായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും SBI തന്നിട്ടുണ്ടെങ്കിൽ SBIൻ്റെ ഫുൾ ഫോം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അങ്ങനെ എന്തെങ്കിലും ഷോർട്ട് ഫോം തന്നിട്ടുണ്ടെങ്കിൽ
അതിനെന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്ന ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അടുത്തത് സ്പോർട്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. അവാർഡ്സ് ആൻഡ് പ്രൈസസ്, ടെർമിനോളജി, ഇന്ത്യൻ ആർമഡ് ഫോഴ്സസ്, കോണ്ടിനൻസ് ആൻഡ് സബ് കോണ്ടിനൻസ്, ഭൂഖണ്ഡങ്ങളും ഉപഭൂഖണ്ഡങ്ങളും, ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസ്, അപ്പം ഓരോന്ന് കണ്ടുപിടിച്ചത് ആരാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇവിടെ വരും. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബോഡി ചോദിക്കാം, ആർട്ടിക്കിൾ ചോദിക്കാം, ഷെഡ്യൂൾ ചോദിക്കാം, അമെൻഡ്മെൻറ്റുകളൊക്കെ ചോദിക്കാൻ ഇവിടെ സാധ്യതയുണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ യുനെസ്കോ, UNO അങ്ങനെയുള്ള ഓർഗനൈസേഷനെ പറ്റിയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് ബുക്സ് ആൻഡ് ഓതേഴ്സ്, ഫേമസ് ബുക്കുകളും ഫേമസ് ഓതേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കും. അടുത്തത് നോളേജ് ഓഫ് ഇമ്പോർട്ടൻ്റ് ഇവൻറ്റ്സ് ദാറ്റ് ഹാവ് ഹാപ്പൻഡ് ഇൻ ഇന്ത്യ ആൻഡ് അറ്റ് ദ വേൾഡ് ലെവൽ ഇൻ ദ റീസെൻറ്റ് ഇയേഴ്സ്, കറൻറ്റ് ഇമ്പോർട്ടൻറ്റ് വേൾഡ് ഇവൻറ്റ്സ്, പ്രോമിനൻറ്റ് പേഴ്സണാലിറ്റീസ് എക്സെട്രാസ്. എന്താണെന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ട് ഇവിടെ പറയാമെന്നുണ്ടെങ്കിൽ കറണ്ട് അഫെയർസ്, ആനുകാലിക സംഭവങ്ങളും പിന്നെ ഫേമസ് ആയ വ്യക്തിത്വങ്ങളെ പറ്റിയിട്ടും ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ജനറൽ നോളേജ് എന്ന് വരുന്നത്. അടുത്ത് നോക്കാം നമുക്ക് ജനറൽ സയൻസിൽ നിന്ന് വരുന്ന ഭാഗങ്ങൾ. ക്വസ്റ്റ്യൻസ് ഓഫ് ജനറൽ സയൻസ് വിൽ ഇൻക്ലൂഡ് ടോപ്പിക് റിലേറ്റഡ് ടു ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി ബേസ്ഡ് ഓൺ ഫണ്ടമെൻ്റൽ ആൻഡ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. ഇവിടെ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇവിടെ ചോദിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്, ബേസിസ് ഓഫ് ലൈഫ്, സെൽസ്, പ്രോട്ടോപ്ലാസംസ് ആൻഡ് ടിഷ്യൂസ്, ഗ്രോത്ത് ആൻഡ് reproduction in plants and animals, elementary knowledge of human body and its important organs, common epidemics, their causes and preventions. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിലെ ബേസിക് കാര്യങ്ങൾ, രോഗങ്ങൾ ചോദിക്കാം, അളവുകൾ, യൂണിറ്റുകൾ, പിന്നെ ഫോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പവർ, കെമിസ്ട്രിയിലെ ആറ്റങ്ങൾ, തന്മാത്രകളുമായി ബന്ധപ്പെട്ട ബേസിക് ക്വസ്റ്റ്യൻസും കുറച്ചുകൂടി ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് ഇവിടെ വരുന്നത്, ജനറൽ സയൻസിൽ വരുന്നത്. അടുത്തത് നമുക്ക് മാത്തമാറ്റിക്സിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ നോക്കാം. ഒന്നാമത്തെ കാറ്റഗറി ഇതിൽ നമ്പർ സിസ്റ്റമാണ്. നമ്പർ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ കമ്പ്യൂട്ടേഷൻ ഓഫ് വോൾ നമ്പർ, ഡെസിമൽ ആൻഡ് ഫ്രാക്ഷൻസ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്പേഴ്സ്. വോൾ നമ്പേഴ്സ്, ഡെസിമൽ ആൻഡ് ഫ്രാക്ഷൻസ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്പേഴ്സ് എന്നിവയെ പറ്റിയിട്ടൊക്കെ ഇവിടെ ചോദ്യങ്ങൾ വരും. പിന്നെ ഫണ്ടമെൻ്റൽ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ്, HCF കാണാൻ ചോദ്യം ചോദിക്കും, LCM, ഡെസിമൽ ഫ്രാക്ഷൻസ്, പെർസെൻറ്റേജസ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, സ്ക്വയർ റൂട്ട്, ആവറേജ് ഇൻട്രസ്റ്റ്, അതിൽ സിമ്പിളും കോമ്പൗണ്ടും ചോദിക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട്, പാർട്ട്ണർഷിപ്പ് ബിസിനസ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്. അപ്പോൾ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന മെത്തേഡ്സ് വീഡിയോ ക്ലാസ്സുകൾ ഞാൻ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. ഇനി അടുത്ത ഭാഗമാണ് അൽജബ്ര, ബേസിക് അൽജബ്രിക് പ്രോബ്ലംസ്. A+B² വെച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ഇക്വേഷൻസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസാണ് ഈ അൽജബ്രയിൽ ഉൾപ്പെടുന്നത്. അടുത്തത് ജിയോമെട്രി, ഫെമിലാരിറ്റി വിത്ത് എലമെൻ്ററി ജിയോമെട്രിക് ഫിഗേഴ്സ് ആൻഡ് ഫാക്ട്സ്. ജിയോമെട്രിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ മെൻസുറേഷൻസ്, ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽസ്, റെഗുലർ പോളിഗൺസ്, സർക്കിൾസ്, പിന്നെ സ്ക്വയർ ഒക്കെ വരും. ഇതിൻ്റെയൊക്കെ ഏരിയ കാണാൻ ചോദ്യം ചോദിക്കും, വോളിയം ഉള്ളതിൻ്റെ വോളിയം കാണാനൊക്കെ ചോദ്യം ചോദിക്കും. നെക്സ്റ്റ് ട്രിഗണോമെട്രി ആണ്. ഇപ്പോൾ ട്രിഗണോമെട്രിയിലെ ഭാഗങ്ങൾ ട്രിഗണോമെട്രിക് റേഷ്യോസ്, കോംപ്ലിമെൻ്ററി ആംഗിൾസ്, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്, ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇവിടെ ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും. പിന്നെ ലോജിക്കൽ റീസണിങ് വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ
The questions will be based on the logical ability of the candidates of age group ranging between 16 to 20 years. ഈ 16 മുതൽ 20 വയസ്സ് വരെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ ഉൾപ്പെടുന്നത്. കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്നാൽ എന്താ നോക്കാം. The above syllabus is not a comprehensive list of topics pertaining to the subject. Questions are designed to test the candidate's general awareness of the environment around him and its application to society. Questions are also designed to test knowledge of current events and such matters of everyday observation and experiences as may be expected of an educated person. At times, questions may be asked other than the above topics but definitely within the syllabus of CBSE. ഇവിടെ പറഞ്ഞത് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, മുകളിൽ പറഞ്ഞതിൻ്റെ അപ്പുറത്തുനിന്ന് ചോദിക്കാം. പക്ഷേ എന്താണ്, മുകളിൽ പറഞ്ഞ ഭാഗങ്ങളിൽ നിന്ന്, പക്ഷേ എപ്പോഴും എന്തായിരിക്കും ഈ സിലബസിൽ ഉൾക്കൊണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. സോൾജിയർ ജനറൽ ഡ്യൂട്ടി എക്സാം എഴുതുന്നവർക്കും സോൾജിയർ ട്രേഡ്സ്മാൻ എക്സാം എഴുതുന്നവർക്കുമുള്ള സിലബസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇന്ന് ചർച്ച ചെയ്തത്. അപ്പോൾ കൂടുതൽ വീഡിയോസുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം. ജയ് ഹിന്ദ്.